ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? FBയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് എന്താണെന്നറിയോ, വിളമ്പാൻ ഭക്ഷണം ഇല്ലെങ്കിലും ഡ്രസ്സൊക്കെ ഹൈടെക്കാണ്, ഹൈ ലെവലുള്ള സ്റ്റാൻഡേർഡുള്ള ഡ്രസ്സാണ് ഇട്ട് നടക്കണ്ടാവുക. പക്ഷെ വീട്ടിൽ ഉണ്ണാനും വെച്ച് വിളമ്പാൻ ഫുഡ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇതാവുന്നിട്ട്, നല്ല ലെവലിലുള്ളതാവുന്നിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അപ്പം അതിനടിയിൽ ഒരു കമൻറ്റ് വന്ന്, ഉണ്ണാനില്ല വെച്ചിട്ട് കൂതറ വേഷത്തിൽ നടക്കണോന്ന്. അതാണ് ചോദിച്ചു. ഉണ്ണാനില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കഴിവില്ല എന്ന് വിചാരിച്ചിട്ട് കൂതറ വേഷത്തിൽ നടക്കണോന്നാട്ട ചോദ്യം കമൻറ്റിൽ വന്നതാട്ടോ. ഞാൻ ഇട്ട പോസ്റ്റിന് കമൻറ്റ് വന്നതാണ്. അപ്പോൾ അതിന് മറുപടി ഞാൻ കൊടുത്ത്, എന്താ വെച്ചാൽ അങ്ങനെ വേണം. അതായത് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? വായു, ജലം, ഭക്ഷണം. അതൊക്കെയല്ലേ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് ജീവിക്കാൻ. അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മോടി പിടിപ്പിച്ച് നടന്നിട്ട് എന്താ കാര്യം? ആയുസുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഫുഡ് വല്ല വായുവും ജലവും ഫുഡൊക്കെ കിട്ടിയാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, ജീവൻ കെടുക്കുള്ളൂ. അപ്പോൾ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം, എത്ര പഴകിയതായാലും ഇടാം, നമ്മളെ നാണം മറിഞ്ഞിരിക്കണം. പക്ഷെ എന്നിട്ട് ഹൈടെക്ക് ഇട്ടിട്ട് എന്താ കാര്യം? ഹൈടെക്ക് വസ്ത്രം ഇട്ടിട്ട് നടന്നിട്ട് എന്താ കാര്യം? കാണേണ്ടതൊക്കെ കാണിച്ചിട്ടാണ് നടക്കണത്. അപ്പോൾ പിന്നെ ഈ ഹൈടെക്ക് ഭയങ്കര ലെവലിലുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, പോസ്റ്റ് ഞാൻ ഇട്ട് അതിനിങ്ങനൊരു കമൻറ്റും വന്ന് അതിന് മറുപടി ഞാൻ കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ FBയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട്, അതിൽ ബെന്നി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടിക്കണ്. എന്താണെന്നറിയോ? ആദ്യം അവൾക്ക് അവിടെ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. നല്ല വസ്ത്രം ഇട്ട് നടന്നിട്ട് പട്ടിണി കിടക്കണേട്ടും ഭേദമല്ലേ ഉള്ള വസ്ത്രം ഇട്ടിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കണത് എന്ന്. അപ്പം എന്തായി? അപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അതൊരു സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. ബിന്നി എന്നാണ് പേര്. അപ്പം ഞാൻ ബിന്നിന്ന് കണ്ടപ്പോൾ നമ്മളെ മറ്റേ ഗായിക ബിന്നി ഉണ്ടല്ലോ, അവരാന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി പോയി നോക്കി. അപ്പം ആ ബിന്നിയല്ല, ഇത് വേറൊരു ബിന്നിയാണ്. അപ്പോൾ അവൾ പറയുന്നത് ഇതാണ്, നല്ല വസ്ത്രം ധരിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? അതിനേറ്റും ഭേദമല്ലേ ഉള്ള വസ്ത്രം ധരിച്ചിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? നല്ല നല്ല ഭക്ഷണത്തിന് വക ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വസ്ത്രത്തിനോട് നമുക്കതിനോടൊരു ഇതുണ്ടാവുള്ളൂ. പിന്നെ കാണുന്നവരും പറയണത് എന്താ, പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മായി ഞാനും കൂടിയാണ് ഒരുമിച്ചാണ് ജോലിക്ക് പോയിരുന്നിട്ടാ. അപ്പോൾ എനിക്കതിനുള്ള പ്രായമൊന്നും, ജോലിക്ക് പോകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ എൻ്റെ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം കൊണ്ട് ഞാൻ എൻ്റെ അമ്മായിൻ്റെ കൂടെ ജോലിക്ക് പോകും. അപ്പോൾ അവിടെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അതിൽ ഓർമ്മ വരികയാണ് ഇപ്പോൾ കേട്ടാ. അപ്പോൾ ആ ചേട്ടൻ പറയേ, അപ്പം ആ ചേട്ടന് പണി അവിടുത്തെ ഒരു അങ്ങാടിയിൽ, അതിന് ഭാര്യക്കും അങ്ങാടിയിൽ ഈ കടകളൊക്കെ, അരിക്കടകളൊക്കെ ഇല്ലേ, അതൊക്കെ അടിച്ചു വാരുന്ന പണിയാണ് അതിന് ഭാര്യക്കും അതിനും. അപ്പം അതിൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞിട്ട് ആ പണി നേരത്തെ പോകും. അത് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കട തുറക്കണ അവനായിട്ട് മുന്നേ അത് പോകും, വരാന്തി ഇതൊക്കെ അടിച്ചു വരാനായിട്ട്. അപ്പം അതിൻ്റെ ഭാര്യ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. അപ്പം അത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ചേട്ടൻ അങ്ങോട്ട് പോകും. അപ്പം അതിന് നടക്കാനും വയ്യ, റോട്ടിൽ കൂടെ അങ്ങനെ ഒറ്റക്കൊന്നും നടന്ന് വരാൻ വയ്യാത്തൊരു ചേച്ചിന്. അപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ തലയിൽ വെച്ചിട്ടാണ് വരിക. അപ്പം അതിനെ കൊണ്ട് കൂട്ടിയിട്ടില്ല. അപ്പം ഈ ചേട്ടൻ അത് വാങ്ങിക്കാനായിട്ട്, അതിന് കൂട്ടാനായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നെ എൻ്റെ അമ്മായിന് വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്ന വേഷമല്ല ഞങ്ങളെ റോട്ടിൽ വെച്ച് കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ
ചേട്ടൻ വീട്ടിൽ വന്നാൽ അപ്പം ഞങ്ങളതിനെ അവിടെ വെച്ച് കാണുമ്പോൾ എന്നെ എൻ്റെ അമ്മായിനി കാണും അപ്പോൾ ഒന്ന് ചിരിക്കുള്ളൂ, അപ്പോൾ ഒന്നും പറയുന്നില്ല. എന്നിട്ട് വീട്ടിൽ വന്നാൽ അയൽവക്കം തന്നെയാണ്, വീട്ടിൽ വന്നാൽ പറയുന്നതാണ് റോട്ടിൽ കൂടെ പോകണ്ട വിചാരിക്കും ഏത് സുൽത്താൻ്റെ മക്കളാണ് ആണാവും, സുൽത്താൻ്റെ ഭാര്യ മക്കളാണ് മോളുമാണ് പോണതെന്ന് വിചാരിക്കും. വീട്ടിൽ വന്നാലല്ലേ കോലം അറിയുള്ളൂ. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പിച്ചക്കാര പോലെ ഉണ്ടാവുന്നു. അന്ന് പോലെ റോട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല രസമൊക്കെ ഇട്ട് നല്ല കുളിച്ചൊരുക്കി നല്ല രസത്തിലൊക്കെ പോകും. വീട്ടിൽ നിൽക്കുമ്പോൾ കുതിര വേഷമാവും. അപ്പോൾ അതാണ് അതപ്പോൾ ആൾക്കാർ പറയണത് വീട്. അപ്പം അതിപ്പോൾ ആ ചേട്ടന് ഞങ്ങൾ അറിയണത് കൊണ്ടല്ലേ, ഞങ്ങൾ ഇല്ലാത്തോടത്തേണ് ഉള്ള വസ്ത്രം നല്ലപോലെ ഇട്ട് പോവുകയാണെന്നുള്ളത് ആ ചേട്ടനിപ്പോൾ ഞങ്ങൾ അയൽവക്കക്കാരായതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയണത്. പക്ഷെ നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ടാവും കുറേ. നമ്മളിപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി നല്ല വസ്ത്രമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയാൽ നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെന്നെ കാണണം. അപ്പം നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ ഒന്നും അവർക്കറിയില്ല. ചിലപ്പോൾ പെണ്ണന്വേഷിച്ചിട്ടൊക്കെ പിന്നാലെ വരും. പെൺകുട്ടികൾ കിടക്കണം പിന്നാലെ പെണ്ണിൽ ഈ വേഷം കണ്ടൊക്കെ വരും, വന്ന് കയറുന്ന ചെറ്റക്കുടിയിലാവും. അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ ഉണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത്, അവരവരുടെ വിലക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാൽ മതി. വയറ് പട്ടിണിയിടാതെ നോക്കുക. പിന്നെ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കാൻ എന്താണ് മാർഗം വെച്ചെങ്കിൽ അത് നല്ലപോലെ ഉള്ള പൈസ ഒക്കെ എടുത്ത് ഡ്രസ്സ് എടുത്ത് പിന്നെ ഇന്നൊരു മോഡൽ എടുത്ത് നാളെ ഒരു മോഡൽ എടുത്ത് ഇന്നിട്ട് നാളെ ഇടില്ല, ആ കല്യാണത്തിന് പോകുമ്പോൾ ഇട്ടത് ഈ കല്യാണത്തിന് പോകുമ്പോൾ ഇടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ജോഡി ഡ്രസ്സ് 1000 ഉറുപ്പ്യക്കോ 1500 ഉറുപ്പ്യക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണിക്കണ പണി എന്താണെന്ന് അറിയാം. ഞാൻ എൻ്റെ മക്കളെ കാര്യമായിട്ടാണ് പറയണത്. ഞാൻ ആരുടെയും കാര്യം പറയില്ല, എൻ്റെ മക്കളെ കാര്യം പറയും. ഒരു ഡ്രസ്സ് 1500 ഉറുപ്പ്യ 2000 ഉറുപ്പ്യക്കൊക്കെ എടുത്തിട്ട് ഒരു കല്യാണത്തിനൊക്കെ ആയിട്ടാണ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പെരുന്നാളിനായിട്ടൊക്കെ എടുക്കുക. ആ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ആ ഒരു പെരുന്നാളിന് ഇടും. ഒരു കല്യാണത്തിന് ഇട്ടാൽ പിന്നെ അത് എവിടെ പോകുമ്പോൾ ഇടുമെന്നറിയാം. പിന്നെ സ്കൂളിലെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഒന്നിടും, പിന്നെ അതുകൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ ഒന്നിടും. പിന്നെ ആ ഡ്രസ്സ് കുട്ടികളെ അംഗൻവാടി കൊണ്ടാക്കാൻ പോകുമ്പോൾ ഇടും. അത് കഴിഞ്ഞു. പിന്നെ അത് ഒരു മാസം കൊണ്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിറ്റത്തെ മാസത്തിൽ വേറെ കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ആൾക്കാർ കൂടി ഒരു പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഡ്രസ്സ് എടുക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ മക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 2000 രൂപയൊക്കെ ഉണ്ടായാൽ 10 ദിവസം അരി വാങ്ങി മീനും വാങ്ങി നല്ല ഫുഡ് കഴിച്ചൂടെ. ഒരു ജോഡി പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ വാപ്പിയമ്മൊക്കെ, പിന്നെ വാപ്പിയമ്മൊക്കെ ഉള്ള കാലത്തൊക്കെ ഞങ്ങൾക്ക് പെട്ടി വെക്കാൻ പണ്ട് പെട്ടിയിലെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സ് ഉണ്ടാവും. പെട്ടി വെക്കണ ഡ്രസ്സാണ് അത് എന്നൊക്കെ പറയും. ഞങ്ങളൊക്കെ ചെറുപ്പം കാലത്ത് അങ്ങനെ പറഞ്ഞു, അത് പെട്ടി വെക്കണ ഡ്രസ്സാണ്, അത് ഇട്ടിട്ട് സ്കൂളിൽ പോകരുത്, അത് ഇട്ടിട്ട് പിന്നെ മദ്രസയിൽ പോകരുത് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പെട്ടി വെക്കാനൊരു ഡ്രസ്സാണ് ഉണ്ടാവുക. അത് കുറച്ച് ലൂസിലും കുറച്ച് ഇറക്കത്തിലൊക്കെ തയ്പ്പിച്ചിട്ട് അവിടെ വെക്കും. എന്നിട്ട് 3 കൊല്ലം 4 കൊല്ലമൊക്കെ അത് പെട്ടി വെച്ചിട്ട് ഏത് കല്യാണത്തിന് പോകണ്ടെങ്കിലും പരിപാടിക്ക് പോകണ്ടെങ്കിലൊക്കെ അതിട്ടിട്ടാണ് പോവുക. പിന്നെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാണ് വേറെ പഴയ ഡ്രസ്സുകളാണ്. ഒരു ഡ്രസ്സ് പെട്ടി വെക്കാൻ വേറെ എടുത്താൽ എല്ലാവരും പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കുക. എൻ്റെ അമ്മയൊന്നും പെരുന്നാളിന് അങ്ങനെ ഡ്രസ്സ് എടുക്കുക അങ്ങനത്തെ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തീരെ ഇടാനില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ എന്തായിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഒരു പഴയ സാരി എടുത്ത് വിട്ടൊരു പാവാടയും ബ്ലൗസൊക്കെ അടുപ്പിച്ച് തരും. അപ്പോൾ അങ്ങനെ ഇരുന്ന് അപ്പോഴാ പഴയ ഡ്രസ്സ് ആദ്യം പെട്ടി വെച്ചിരുന്ന ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാനാക്കും, സ്കൂളിൽ പോകുമ്പോഴാനും ഒക്കെ ആക്കും. അന്ന് ഞാൻ പഠിക്കുന്നത് യൂണിഫോം ഇല്ല സ്കൂളിൽ. പിന്നീടാണ് കുറച്ചവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ യൂണിഫോം ഒക്കെ വന്നത്. അന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു, പച്ചയും വെള്ളയും എന്ന് പറഞ്ഞിട്ട് പച്ചയും ക്രീമും ഒരു യൂണിഫോം എന്നുള്ളത് എനിക്ക് അങ്ങനെ പറഞ്ഞിരുന്നില്ല. അത് ആരും അങ്ങനെ ഇട്ടൊന്നും വന്നിരുന്നില്ല, എല്ലാവരും കളർ ഡ്രസ്സ് ഇട്ടിട്ട് അന്നൊക്കെ വന്നിരുന്നു. കഴിവുള്ളൊരു ഗൾഫുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നല്ല ഇട്ട് വരും. ഈ പാവപ്പെട്ട ഒരു ജോഡി ഡ്രസ്സ് തന്നെയാണ് ഇന്നും ഇട്ട് വരാറ്. അപ്പം ഇന്ന് പിന്നെ യൂണിഫോം ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നം വരുന്നില്ല. എന്നാലും എൻ്റെ മക്കൾക്ക് യൂണിഫോം എടുത്താൽ ഞാൻ ഒരു ജോഡി യൂണിഫോം എടുത്താൽ 3 കൊല്ലമൊക്കെ എടുത്തിട്ട് ഇന്ന് പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇട്ടുകൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാലും ശരിയാ പറ്റില്ല. അവർ ഈ കൊല്ലത്തെ യൂണിഫോം മാറ്റുക, അടുത്ത കൊല്ലം വേറെ യൂണിഫോം ആക്കും. അപ്പോൾ എന്തായി വീണ്ടും നമ്മൾ എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ പണം ചിലവാക്കുന്നത്. ഡ്രസ്സ്, മൊബൈല്, പെട്രോള്, പിന്നെ കറണ്ട്, ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇന്ന് അധ്വാനിക്കണ പൈസ ഒക്കെ നമുക്ക് ചിലവാകുന്നത്. നമുക്ക് നല്ല ഫുഡ് കഴിക്കാനൊന്നും നമുക്ക് ഇതില്ല, പൈസ ഇല്ല. ഇപ്പോൾ
ഇപ്പോൾ ഓരോ പിന്നെ ഉള്ളവർക്ക് എന്തെങ്കിലും നിത്യവരുമാനം സ്ഥിര വരുമാനം ഉള്ളവർ നല്ല പോലെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ നിത്യവരുമാനം ഇല്ല അപ്പോഴെപ്പോഴും ഓരോ പണി കിട്ടി ജീവിക്കണവരുടെ വീടൊക്കെ ഇപ്പോഴും പട്ടി റേഷൻ കടയിൽ നിന്ന് ഞാൻ പണ്ടത്തെ പോലെ ആണെന്നുണ്ടെങ്കിലേ നമ്മളെല്ലാവരും പട്ടിണിയാവും. പണ്ടൊക്കെ ആഴ്ചയിൽ ഒരു 4 കിലോ പച്ചരിയൊക്കെ തന്നിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ജീവിതം ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ അരിയൊന്നും സമൃദ്ധിയായിട്ടൊന്നും അന്ന് കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ ഈ റേഷൻ്റെ അരി കിട്ടണോണ്ട് അരി വെക്കുണ്ടാവും എല്ലാ വീട്ടിലും, അതിലേക്കൊരു നല്ല കറി ഉണ്ടാക്കാനില്ല. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥകൾ. ഡ്രസ്സിൻ്റെ കാര്യമാണ്, ഇന്ന് ഡ്രസ്സ് കൊണ്ടാണ് നമ്മൾ മുടിയണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെ നല്ലതൊക്കെ മോഡലിട്ട് കാണല്ലേ. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഒരു കാര്യം പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് എന്നും ഇടക്കിടക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ്. കാരണം എൻ്റെ മക്കൾ എല്ലാവർക്കും 2 ആൾക്കും ഇല്ല, ഒരാൾക്ക് ഞാൻ ഇടക്കിടക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. കാരണം എനിക്കെന്നെ തോന്നുകയാണ് എൻ്റെ കുട്ടികൾക്ക് ഡ്രസ്സില്ല. പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരൊക്കെ നല്ലതായിട്ട് കാണും. ഇപ്പം എനിക്കും തോന്നുന്നത് അതാണ്. അതായത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും മറ്റുള്ള കാണുമ്പോൾ ഞാട്ടത് വൃത്തിയില്ല അല്ലെങ്കിൽ ഞാട്ടത് ഭംഗിയില്ല എന്ന് തോന്നുകയാണ്. അതേപോലെ എൻ്റെ പേരക്കുട്ടികൾക്ക് മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇപ്പം ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ തോന്നുകയാണ്. അപ്പം ഞാൻ ഒരു ഫംഗ്ഷൻ അവരും വരും, ഞാനും പോകുമ്പോൾ എനിക്ക് തോന്നുക എൻ്റെ മോളിട്ട ഡ്രസ്സ് ഭംഗിയില്ല അല്ലെങ്കിൽ മോളുടെ ഡ്രസ്സ് പഴയതാണെന്ന് എനിക്കെന്നെ തോന്നും. അപ്പം അങ്ങനെയൊക്കെയാണ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ നോക്കുക. ബിന്നി പറയണ പോലെ പോസ്റ്റ് ഇട്ടത് ആദ്യം ഞാനാണ്, പിന്നെയാണ് ബിന്നിയുടെ പോസ്റ്റ് ഞാൻ കണ്ടത്. പിന്നെ ഇനിയിപ്പോൾ അതിനായിട്ട് മുന്നേ പോസ്റ്റ് ഇട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. ഞാൻ കണ്ടത് ഇന്നാണ് പോസ്റ്റ് ഇട്ട് കുറച്ച് ദിവസമായി. അപ്പം അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കാലമാണെന്ന് പറയുകയാണ്. ഇപ്പം പറഞ്ഞു വന്നിട്ട് ഫുഡൊന്നും വേണ്ട, ഫുഡ് കഴിക്കാനില്ലേനും, ഡ്രസ്സ് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.